വെയിറ്റ് ഒക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കഴിച്ചു നോക്കൂ കേട്ടോ. ഒരു നേരം ഇപ്പോൾ ഡിന്നറിനൊക്കെ സാലഡൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറും ആയിരിക്കും, വെയിറ്റും കുറയും. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ കോൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ കോണാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അത് ഞാൻ ഫ്രോസൺ കോണാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലൊരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റി വെക്കാം. ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കുന്നുണ്ട്. ഇതിലങ്ങനെ ഒരുപാട് വെള്ളം വാർന്നു പോകാനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങ് വെള്ളം വാർന്നു പോകും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടുള്ള കോണിലേക്ക് ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് അതങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ, ചൂടുള്ള കോണായതുകൊണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോൺ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ഫ്ലേവർ ഏജൻ്റ് ആയിട്ടുള്ളത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാലയും ആവശ്യത്തിന് നമുക്ക് എത്രത്തോളമാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുളി വേണം. നമ്മൾ ഉപ്പ് എരിവും എല്ലാം പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. നമ്മൾ പുറത്ത് ചില സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഇതുപോലെ സ്വീറ്റ് കോണൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചൂടായിട്ടുള്ള മസാലക്കോണും കഴിക്കാം. ഇനി ഞാനിതാ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് അതിൽ കൂടെ വേറെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നല്ല പൊടിയായി അരിയണം കേട്ടോ. സവാള അരിഞ്ഞതും പൊടിയായി അരിഞ്ഞിട്ടുള്ള തക്കാളിയും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോൺ ചാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്